ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഈ സർക്കാർ ഉപയോഗിക്കും. സർ, ഞങ്ങളുടേത് ഡാറ്റ ഡ്രിവൻ ഗവേണൻസ് ആയിരിക്കും. കംപ്ലീറ്റ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ, മന്ത്രിമാരുടെ ഓഫീസിൽ മുഴുവൻ ഓരോ കാര്യത്തിലും നടക്കുന്നത് എന്താണ് എന്ന് അവിടെ അറിയാൻ പറ്റും. സർ, ഒരു വില്ലേജ് ഓഫീസിലെ കളക്ഷൻ അറിയാൻ പറ്റും, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ, റവന്യൂ മന്ത്രിയുടെ ഓഫീസിൽ GSTയുടെ കളക്ഷൻ അറിയാൻ പറ്റും. ഒരു ഇൻവെസ്റ്റർ വന്നാൽ ഞങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് കൗൺസിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ചെയർമാനും വ്യവസായ മന്ത്രി ഡെപ്യൂട്ടി ചെയർമാനും. സർ, ഒരു നിക്ഷേപകൻ വന്നാൽ ഞങ്ങൾ അയാളോടൊരു ഗോ ഹെഡ് പറഞ്ഞാൽ 1 മാസത്തിനകം എല്ലാ ക്ലിയറൻസും നൽകുമെന്ന് പറഞ്ഞാൽ അയാളെ യാത്രയാക്കിയിട്ട് 6 മാസം കഴിയുമ്പോൾ അയാൾ അന്വേഷിക്കുന്ന പരിപാടിയല്ല. ഞങ്ങൾ ഓരോ ദിവസവും വാച്ച് ചെയ്യും. അയാൾക്ക് GST ക്ലിയറൻസ് കിട്ടിയോ, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ക്ലിയറൻസ് കിട്ടിയോ, LSCD ക്ലിയറൻസ് കിട്ടിയോ, എന്താണ് തടസ്സം എന്ന് ഞങ്ങൾ വാച്ച് ചെയ്യും. സർ, ഞങ്ങളുടെ ഓഫീസിലിരുന്ന് ഒരു നിക്ഷേപകനും സങ്കടമായി നിരാശരായി ഈ കേരളത്തിൽ നിന്ന് തിരിച്ചു പോകേണ്ടി വരില്ല. ഓരോ വകുപ്പുകളെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കൂടെ സഹായത്തോടുകൂടി ഈ സംസ്ഥാനം ഇതുവരെ കാണാത്ത ഒരു ഡാറ്റ ഡ്രിവൺ ഗവേണൻസ് കേരളത്തിൽ ഉണ്ടാവും.